അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് വൈക്കം ബോട്ട് ജെട്ടിയിലാണ്. ജങ്കാർ ഉണ്ടാവും എന്ന് വിചാരിച്ച് വന്നാണ്. അപ്പൊ അതിന് നമ്മള് വണ്ടികൾ കയറ്റി പോകാം എന്നുള്ള രീതിയിൽ വന്നാണ്. പക്ഷെ ഇവിടുന്ന് ജങ്കാറില്ല. ചെറിയ മഴ പെയ്യുന്നുണ്ട്, പൊടി പൊടി പോലൊരു മഴ പെയ്യുന്നുണ്ട്. ഇവിടുന്ന് ബോട്ടുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ട്രിപ്പ് ബോട്ടിൽ നമുക്ക് പോയിട്ട് ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണും. ഇത് സോളാർ ലോഡ് ബോട്ടാണ്. സംശയം കാണുമ്പോ അതിന്റെ മോൾ ഭാഗം കാണുമ്പോ സോളാർ ആവാൻ ചിലപ്പോ പണ്ടത്തെ പോലെ നല്ല ഫെസിലിറ്റീസ് ആണ്. നമ്മള് കേറിയ വൈക്കം അല്ലെ, വൈക്കം ബോട്ടിയാട്ടി കോട്ടയം ജില്ല. നമ്മള് വന്നിറങ്ങിയത് ഇപ്പൊ തവണക്കടവ്, ആലപ്പുഴ ജില്ല. ആലോചിക്കുക, ആലപ്പുഴയിൽ നമ്മളെത്തി ഒരു 5 മിനിറ്റുള്ള ആലപ്പുഴ എത്തി. ആലോചിക്കുക. ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാം അല്ലെ, ബോട്ട് സ്റ്റേഷനിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ പോലെ ബോട്ട് സ്റ്റേഷൻ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം, നമുക്ക് അകത്തോട് ടിക്കറ്റ് ഒക്കെ എടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ചെന്നപ്പോ പറഞ്ഞത് ഇപ്പൊ സമയം എന്ന് വെച്ചാൽ 12:05. 12:15 ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. 12:20 ബോട്ട്, 12:20 ബോട്ട്, 12:15 ടിക്കറ്റ് എടുക്കാം. അപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പാണ് അവർ ടിക്കറ്റ് എടുക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12:05 ആയിട്ടുള്ളൂ, ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ തവണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ആ തന്നെ ബോട്ടാണ് നമ്മള് യാത്ര ചെയ്യാൻ പോണ ബോട്ട് എന്ന് പറയണത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. സമയം കറക്റ്റ് അല്ലേ, 12:15 എന്ന് പറയണത്. 10 മിനിറ്റിനുള്ളിൽ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ വളച്ചു നിർത്തും. ഇത് സോളാർ ലോഡ് ബോട്ടാണ്. സംശയം കാണുമ്പോ അതിന്റെ മോൾ ഭാഗം കാണുമ്പോ സോളാർ ആവാൻ ചിലപ്പോ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ മെട്രോ ഇല്ലേ, വാട്ടർ മെട്രോ, അതൊക്കെ ഇലക്ട്രിക്കൽ ഓടുന്നത്. ഇത് സോളാർ ആണോ ഇലക്ട്രിക് ആണോ അറിയില്ല. എന്നാലും അറിയണ ആൾക്കാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ആദിത്യ ബോട്ടിന്റെ പേര്. ആദിത്യ. അച്ഛനിപ്പോ കണ്ടില്ല, അവിടെ ബോട്ടിന് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ബോട്ട് അവിടെ പാർക്ക് ചെയ്തോണ്ടിരിക്കും. അവിടെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ബുസ്റ്റ് അടിച്ച് തന്നെ നിൽക്കണം അങ്ങനെ. അപ്പൊ അച്ഛൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഇവിടെ കാണിക്കാം. ഇതാണ് നമ്മുടെ വൈക്കം ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ പോണ വണ്ടിയുടെ പേരെന്താ? ആദിത്യ ബോട്ട്. അതേപോലെ തന്നെ അവിടെയൊക്കെ ഇതായിട്ട് കണ്ടില്ലേ, മണ്ണ് കൂടിയിട്ട് മണ്ണ് മാന്തിയിട്ട് കൊണ്ടുണ്ട്. അതെ, മണ്ണ് മാന്തിയെടുക്കുന്നുണ്ട്. കാരണം ഈ ബോട്ടിന്റെ അടിഭാഗം മുട്ടിട്ടെന്നാ പറയുന്നത്. അതെ, അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ മണ്ണൊക്കെ മാന്തുന്നത്. അതെ അതെ അതെ. എനിക്കൊരു ഡൗട്ട്, നമ്മൾ കയറുന്ന ആ ബോട്ടിലാണോ ഈ ബോട്ടിലാണോ? അല്ല, ഈ ബോട്ടും ഈ ബോട്ടിലാവും. എന്തായാലും രണ്ടും ഒരേപോലെ ഉണ്ട് കാണാൻ. ഈ ബോട്ടിലാവും എന്തായാലും. ഈ സോളാറിലാണോ ചോദിച്ചു നോക്കിയല്ലോ, ചോദിച്ചോക്കണ്ടേ നമുക്ക്. അതെ, എഴുതിയുണ്ട് സോളാർ അസിസ്റ്റഡ്, അവിടെ എഴുതിയുണ്ട് ബാക്കപ്പ്. അപ്പൊ ഇത് സോളാർ വണ്ടിയായിട്ടത്, സോളാറുള്ള വണ്ടിയാണ്. ഇത് ഭയങ്കര കാണാനായിട്ട് ആലോചിക്കും. ഇത് സർക്കാർ ബോട്ടാണ്, കേരള സർക്കാരിന്റെ ഒരു ബോട്ടാണ്. ഇത് ആദിത്യ 5 എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, നല്ല സീറ്റിംഗ് കാറിലേക്കാന്ന് തോന്നുന്നു അല്ലേ? നല്ല സീറ്റ്. നമ്മളിത് യാത്ര ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇവിടുന്ന് കൊച്ചിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. കൊച്ചിക്ക് അപ്പൊ എന്തായാലും നമുക്കൊന്ന് എന്തായാലും ബോട്ടിനുള്ളിലേക്ക് ഒന്ന് കയറാം. ഇതാണ് നമ്മുടെ ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈഡിലായിട്ട് സ്ഥലത്ത് നമുക്ക്. അപ്പൊ നമ്മൾ ഇതാ ബോട്ടിനകത്ത് കയറി നല്ല കാഴ്ചകളൊക്കെ കാണാം. ചെറിയ മഴകളൊക്കെ ഉണ്ട് അല്ലേ, ചെറിയ മഴ കാർമേക്ക വലിയ മഴ ചെയ്തതിന് സമാധാനം ഉണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കൊച്ചിന്ന് നമ്മള് എറണാകുളത്ത് നമ്മള് കൊച്ചിക്ക് നമ്മള് അതേപോലെ യാത്ര ബോട്ടിൽ നമ്മൾ കയറി. അത് നമ്മള് കുറെ മറ്റേ ഫോർട്ട് കൊച്ചി പോയിട്ട് നമ്മള് വീഡിയോ എടുത്തു. അതിന് പണ്ട് നമ്മൾ വെഗോലും പോയിട്ടുണ്ട്. വെഗോല് അയ്യോ, അത് മറ്റേ എറണാകുളത്ത് വൈക്കത്തേക്ക് എത്ര മണിക്കൂർ, 4 യാത്ര അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് നമ്മള് എന്താ സ്ഥലപ്പേര് പറഞ്ഞ മറന്നുപോയി. ഇതിപ്പോ തവണക്കടവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. തവണക്കടവ്. അപ്പൊ അവിടെ നമുക്ക് പോയിട്ട്. അപ്പൊ തവണക്കടവ് ആലപ്പുഴ എന്ന് തോന്നുന്നു അല്ലേ? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ആ ഒരു ബോർഡറാന്ന് തോന്നുന്നുണ്ട്. അറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്, അറിയില്ല. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ചെന്ന് നോക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണേ അല്ലേ? അതെ. ബോട്ട് എടുത്തിട്ടില്ല, ന്യൂട്രലിട്ടിരിക്കുക. നമ്മൾ ഈ ബസ്സിലിരിക്കണ പോലെ നല്ല അടിപൊളി ബോട്ടാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ. ഇത് രസം അതെ, ക്ലാസ്സില്ലാത്ത നന്നായി. നമ്മുടെ കൊച്ചി മെട്രോ വാട്ടർ മെട്രോയിൽ ഇങ്ങനെയല്ല, അത് മൊത്തം ഗ്ലാസ്. ഇത് രസമുണ്ട്. പക്ഷെ ഇതിങ്ങനെ നമ്മുടെ സാധാരണ ബസ്സിലൊക്കെ ഉള്ള പോലെ. അതെ അതെ അതെ. പിന്നെ നല്ല സുരക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനടിയിലായിട്ട് നമുക്ക് ജാക്കറ്റ് ഉണ്ട്. ജാക്കറ്റ് ഇപ്പൊ നമ്മൾ തൊട്ടുപോലെ തന്നെ നല്ല സുരക്ഷ കാര്യങ്ങളൊക്കെയാണ്. കേരള സർക്കാരിന്റെ പോയിട്ട് ആലോചിക്കാൻ അടിപൊളിയല്ലേ?
അപ്പൊ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ വണ്ടി പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി അല്ലെ. അവിടെ നിന്ന് പൊറോട്ട എടുത്ത് നേരെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് പോണ്ടാവുക. ഓ നല്ല സ്പീഡപ്പ് ഒക്കെ ഉണ്ടല്ലേ. Keep my story in sight. Street lights. കണ്ടില്ലേ ഒരു ബോട്ട് തന്നെ വെച്ചാൽ നമ്മുടെ കേരളത്തിൽക്കാരുടെ ബോട്ട് നമുക്ക് കയറി പറ്റില്ല. അതേപോലെ തന്നെ വേറൊരു ബോട്ട്. കാരണം 15-20 മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടും മാറി മാറല്ലേ ബോട്ട് പോകണം. അതെ നമ്മുടെ ശരിക്കും മെട്രോ പോലെ തന്നെ. അതെ മെട്രോ നമ്മുടെ മുകളിൽ കൂടെ മെട്രോ ഒരു മെട്രോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് അടുത്ത മിനിറ്റില് ഒരു മെട്രോ ഇങ്ങോട്ട് വരും. അതെ അങ്ങനെ ഓടിക്കണം. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതെ 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 അതേപോലെ തന്നെ വെള്ളത്തിൽ കൂടെ നമ്മൾ പോണ ഈ ബോട്ട് ഉണ്ടല്ലോ, ആ ബോട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കയറ്റിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എന്തോ ഒരു സംഭവമൊക്കെയാണ്. അതെ ഇത് അവിടെ എത്തി കഴിയുമ്പോഴേക്കും മറ്റേ ബോട്ട് അവിടെ എത്തും. അവിടെ നിന്ന് ആൾക്കാരെ ഇറക്കി ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റുള്ളിൽ ഇങ്ങോട്ട് വരും. അങ്ങനെ ഈ ബോട്ട് അങ്ങോട്ടും ആ ബോട്ട് അങ്ങോട്ടും. അപ്പൊ എപ്പോഴും ആൾക്കാർക്ക് സർവീസ് എപ്പോഴും പോയി വരാം. വെയിറ്റ് ചെയ്യണ്ട. 1 മണിക്കൂർ കണ്ടില്ലെങ്കിൽ അരമണിക്കൂർ കണ്ട് വെയിറ്റ് ചെയ്യണ്ട. 10-20 മിനിറ്റ് കൂടുമ്പോ എപ്പോഴും വണ്ടികളാണ്. അതൊരു അടിപൊളിയാണ്. എന്തായാലും ഇവിടെ ഈ കായലില് കുളവാഴ കണ്ടില്ലേ, നോക്കിയല്ലേ കുറെ ഉണ്ടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് എത്ര കോരിയാലും തീരില്ല. അത് ഒരു സെക്കർ ഉണ്ടെങ്കിൽ വീണ്ടും വന്നോണ്ടിരിക്കും. ഗംഭീരം. അപ്പൊ നമ്മുടെ തവണക്കടവ് എത്തി നമ്മള്. അതെ തവണക്കടവ് എത്തി. നമുക്ക് ഇറങ്ങണം. അതെ അതിന്റെ പാർക്കിംഗ് സെക്ഷനിൽ നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. എല്ലാ കറക്റ്റ് സീറ്റ് എല്ലാവർക്കും അത്യാവശ്യം സീറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും സീറ്റിംഗിലാണ് കംപ്ലീറ്റ്. അതെ അതെ ആൾക്കാരുണ്ട്. ഇല്ല നല്ല ഉണ്ട്. ഇതെല്ലാം മാർഗം വഴി ഉണ്ടെങ്കിലും ഇതാകുമ്പോ പെട്ടെന്ന് എത്തും. 10-12 മിനിറ്റുകളിൽ എത്തും. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ തവണക്കടവ് എത്തി അല്ലെ. തവണക്കടവ് എത്തി നമ്മള്. എന്താ നമുക്ക് അങ്ങോട്ട് പോവാൻ വല്ല വഴി അറിയോ? അതല്ലാണ്ട് എല്ലാം അറിയോ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ വേറെ എന്താന്ന് വെച്ചാ നമ്മള് കേറിയ വൈക്കം അല്ലെ. വൈക്കം ബോട്ട് കിട്ടി കോട്ടയം ജില്ല. നമ്മള് വന്നിറങ്ങിയത് ഇപ്പൊ തവണക്കടവ് ആലപ്പുഴ ജില്ല. ആലോചിക്കുക ആലപ്പുഴയിൽ നമ്മളെത്തി. ഒരു 5 മിനിറ്റുള്ള ആലപ്പുഴ എത്തി. ആലോചിക്കുക. അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് 5 മിനിറ്റോട്ട് ഞങ്ങള് ആലപ്പുഴ ജില്ലയിൽ. ആലപ്പുഴ ശരിക്കും ആലപ്പുഴ തന്നെയല്ലേ. പെട്ടെന്ന് എവിടെ ചോദിച്ചോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വൈകിട്ട് അച്ഛനക്ക് അമ്മമാരുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് തവണക്കടവ് ആലപ്പുഴ ജില്ല എന്ന് തോന്നുന്നുണ്ട്. അന്വേഷിച്ച് നോക്കിയാൽ ആലപ്പുഴ കറക്റ്റ്. ഞാൻ വെറുതെ പറഞ്ഞത് കറക്റ്റ് ആലപ്പുഴ തന്നെ കറക്റ്റ്. കാരണം എന്താ വെച്ചാൽ വൈക്കത്ത് നമ്മൾ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ല, കോട്ടയം ജില്ല അങ്ങനെ പറയും. അപ്പൊ അതിന് ഒരു ഇതിന് വ്യത്യാസമില്ല. എത്ര വ്യത്യാസമില്ല എന്ന് മാത്രം. അപ്പൊ 5 മിനിറ്റോട്ട് എത്തുകയും ചെയ്തു. അപ്പൊ ഞങ്ങള് തവണക്കടവ് ഞങ്ങളൊരു ബസ് സ്റ്റോപ്പില് ഞങ്ങളിപ്പോ നിൽക്കുകയാണ്. ഇനി ഇവിടെ ഞങ്ങൾക്ക് പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം. ഫോണിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതെ അതൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചപ്പോ അതൊന്ന് പോയി കാണാം. ഓക്കെ. Keep my story in sight. Street lights flicker. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ജെമിനോട് ചോദിച്ചു ഈ തവണക്കടവിന് അടുത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ. അടുത്ത് പിന്നെ ലോങ് പോകണം. 1.5 മണിക്കൂർ യാത്രയ്ക്ക്. ഇതൊരു തുരുത്താണിത്. അതെ അപ്പൊ അവിടേക്കുള്ള ആൾക്കാർ വരും പോവും. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ നല്ല നാട്ടും നല്ലൊരു എന്നുവെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കാറിലൊക്കെ വെറുതെ ഒന്ന് കാണുന്നു. ഫുള്ളൊന്ന് യാത്ര ചെയ്യാന്നുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല. ഫുള്ളായിട്ടൊരു എന്താ പറയുക ഗ്രാമപ്രദേശം. പിന്നെ ഉള്ളത് ഇവിടെ ഒത്തിരി അകലപ്പെട്ടുള്ള മറ്റേ ബീച്ചും കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ബൺ റോഡ് അങ്ങനെയൊക്കെ. പക്ഷെ ബൺ റോഡ് വീഡിയോ നമ്മൾ മുന്നോട്ട് ഇട്ടിട്ടുണ്ട് നമ്മള്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണുള്ളത്. അപ്പൊ അത് നമ്മള് ജെമിനിയോടും നമ്മൾ ചോദിച്ചു നോക്കി. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയാനില്ല. ബീച്ചാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അതെ ബീച്ചാണ്. മഴയത്തൊക്കെ ബുദ്ധിമുട്ടാണ്. മഴ ആയതുകൊണ്ട് ചിലപ്പോ അവിടെ വെള്ളം ഡെയിലിയായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെയൊക്കെ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് നേരെ റിട്ടേൺ നമ്മുടെ വൈക്കത്തേക്ക് പോകാം. അടുത്ത ബോട്ടിൽ വൈക്കത്തേക്ക് പോവാം. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇനി വൈക്കത്തേക്ക് പോകാനുള്ള ബോട്ട് അവിടെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തെത്തി കണ്ടില്ല. അടുത്തെത്തി നമ്മുടെ ബോട്ട് ഞങ്ങളെ കൊണ്ട് പാർക്ക് ചെയ്യാം.
അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ബോട്ടിറങ്ങി വൈക്കത്ത് വീണ്ടും എത്തി. ഇനി നമ്മൾ പോകുന്നത് വൈക്കത്ത് അമ്പലത്തിലേക്കാണ്. വൈക്കത്ത് അമ്പലത്തിൽ ഉച്ചയ്ക്ക് നല്ലൊരു അന്നദാനമുണ്ട്. എന്തിനാ വെറുതെ മിസ് ചെയ്യുന്നത് അല്ലേ? നമുക്കൊന്ന് കഴിച്ചിട്ടെന്നാലോ, നമുക്ക് പോവാം. അപ്പൊ നമ്മള് വൈക്കത്ത് അമ്പലത്തിൽ കയറി, എന്നിട്ട് അമ്പലത്തിൽ കയറി തൊഴുതു. പക്ഷെ അന്നദാനം കഴിഞ്ഞു. നമ്മള് പോയ സമയത്ത് ലേറ്റ് ആയി, കുറച്ച് ലേറ്റ് ആയി. 1:45 ഞങ്ങൾ എത്തിയപ്പോ. മാക്സിമം 1:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു. പിന്നെ ആളും അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നു. പെട്ടെന്ന് തീർന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ കാഴ്ചയുള്ള ബോട്ടിലെ യാത്രക്ക് അടിപൊളിയായിട്ടില്ലേ? കോട്ടയത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് ഇതാലോചിക്കാം. കോട്ടയം ജില്ലയിൽ നിന്ന് പെട്ടെന്ന് ജില്ലയിലേക്കും ജില്ല മാറിപ്പോയി. അപ്പൊ എന്തായാലും അടിപൊളി കാഴ്ചകളാണ്. ഇതേപോലത്തെ കൂടുതൽ കാഴ്ച കാണാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും കമന്റ് ഇടുക. പിന്നെ നല്ലൊരു സ്പോട്ടും ഉണ്ട്, എല്ലാവരും കമന്റ് ഇടുക അല്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Echoes through the alleys at night. Soulful samples lift the darkness to light.